വളരെ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ മമ്മൂട്ടി രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ പിറന്ന ഒടുവിലത്തെ സിനിമയാണ് പുത്തൻപണം. നോട്ട് പ്രതിസന്ധിയും പുതിയ നോട്ടും കള്ളക്കടത്തുമൊക്കെയാണ് ഈ പടത്തിൻ്റെ പ്രമേയം. കാസർഗോഡ് കുമ്പളക്കാരനായ നിത്യാനന്ദ ഷെനായാണ് മമ്മൂക്ക ഈ സിനിമയിലെത്തുന്നത്. പ്രാദേശിക ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ മമ്മൂക്ക മുമ്പ് പലതവണ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡൻ ഭാഷയും മമ്മൂക്ക നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഷെനായിയുടെ ഹീറോയിസവും കാസർഗോഡൻ ഡയലോഗുകളും മമ്മൂക്കോയ, ഹരീഷ്, നിർമ്മൽ തുടങ്ങിയ പേരറിയുന്നവരും അറിയാത്തവരുമായ കോമഡി സ്പെഷ്യലിസ്റ്റുകളുമായി എൻകറേജായ ആദ്യ പകുതി ഒരു നല്ല എൻ്റർടൈനർ എന്ന് തന്നെ പറയാനാവുന്നതാണ്. ഒരു കിടിലൻ സസ്പെൻസ് പഞ്ചോടുകൂടിയാണ് ഇൻ്റർവെൽ രഞ്ജിത്ത് നമുക്ക് സമ്മാനിക്കുന്നത്. എന്നാൽ ഫസ്റ്റ് ഹാഫിന് ശേഷം പ്രേക്ഷകരെ മുഴുവൻ നിരാശയിലാക്കുന്ന തരത്തിലായിരുന്നു കഥയുടെ പോക്ക്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് പുത്തൻപണം. വെറും അരമണിക്കൂറിൽ തീർക്കാവുന്ന ഒരു കഥയെ വലിച്ചു നീട്ടി 2 മണിക്കൂറിൽ കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിലിരുത്തി മുഷിപ്പിച്ചു. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത മമ്മൂട്ടി എന്ന ബ്രാൻഡിനെ കയ്യിൽ ഒത്തുകിട്ടുമ്പോൾ കിട്ടിയ വിലയ്ക്ക് വെക്കേഷൻ കാലത്ത് വിറ്റഴിക്കാനുള്ള തട്ടിക്കൂട്ടലായി പുത്തൻപണത്തെ നമുക്ക് വിലയിരുത്താം. 5-ൽ 2.5 ലൂസേഴ്സ് മീഡിയയ്ക്ക് പുത്തൻപണത്തിന് നൽകാനുള്ള റേറ്റിംഗ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.